വീഡിയോ. സോ നമ്മൾ ഇന്ന് മൈൻക്രാഫ്റ്റിൽ പുതിയ അപ്ഡേറ്റ്സ് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഞാനിപ്പോൾ വീഡിയോ ഇത് റെക്കോർഡ് സമയത്ത് മൈൻക്രാഫ്റ്റിനെ കുറച്ച് പുതിയ അപ്ഡേറ്റ്സ് ഉണ്ട്. സോ അതൊക്കെ നമ്മൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. കുറച്ചൊന്ന് ലൈക്ക് എന്താ പറയുക, എക്സ്പ്ലോർ ചെയ്യാൻ പോകണം മൈൻക്രാഫ്റ്റിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന്. നിങ്ങൾ എൻ്റെ കൂടെ എൻജോയ് ചെയ്യുക. അപ്പോൾ നിങ്ങളൊക്കെ ഓൾറെഡി ടെസ്റ്റ് ചെയ്തതാണ്. ഈ വീഡിയോ വരുന്നതിന് മുമ്പ് നിങ്ങൾ ടെസ്റ്റ് ആണ്. മാർച്ച് 25 26-ാം തീയതി 25-ാം തീയതിയാണ് നമ്മുടെ ഈ അപ്ഡേറ്റ് വന്നത്. സ്പ്രിംഗ് സ്റ്റേഷനാണ് ഈ അപ്ഡേറ്റ്. ഫസ്റ്റ് അപ്ഡേറ്റ് ഒക്കെ ജാവയിലായിരുന്നു വന്നിട്ടാണ് ഈ അപ്ഡേറ്റ് ബെറ്റർ വന്നത്. ഞാൻ ചേർന്ന ഈ വീഡിയോ എടുക്കില്ലാന്ന് പറഞ്ഞു. കുറേ ദിവസം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന ദിവസം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എനിക്കിതൊരു വീഡിയോ ആയിക്കൂടാ. സോ എന്താണ് ഞാൻ വീഡിയോ ആക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 50 സബ്സ്ക്രൈബ് ഇടയ്ക്കുള്ളതാണെങ്കിൽ ലൈക്കിലോട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നേരെ നമ്മുടെ വീഡിയോ എടുക്കാം. ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. മുമ്പിലുള്ളതാണ് ചെസ്റ്റ് ഓഫ് അപ്ഡേറ്റ്. അതുപോലെ ചെസ്റ്റ് ഓഫ് അപ്ഡേറ്റ്. ഈ ചെസ്റ്റിനകത്ത് അപ്ഡേറ്റിൽ വന്ന എല്ലാ കാര്യങ്ങളും ഈ ചെസ്റ്റിനകത്തൊക്കെ ചെസ്റ്റിനകത്ത് ഓക്കെ. ഫസ്റ്റ് നമ്മളിവിടെ ഉള്ളത് ഫയർഫ്ലൈ ബുഷ്. ഇതിന്റെ പ്രത്യേകത എന്താണ് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യം പോലില്ല. അത് ഞാൻ ആദ്യം വെച്ച് ഇതിന്റെ ഫേവറേറ്റ് ആണ്. ഈ മൈൻക്രാഫ്റ്റ് അപ്ഡേറ്റ് വന്ന കറക്റ്റ് സമയമാണ് ഇത് വെക്കാൻ പറ്റിയ എൻ്റെ ഒരു ഫേവറേറ്റ് സാധനമാണ്. നിങ്ങൾ കണ്ടു രാത്രി ആകുമ്പോൾ ഇതിന്റെ ഇത് കാണിക്കുന്നത് നിങ്ങൾ തന്നെ കണ്ടു വെക്കുക. കേട്ടോ, രാത്രിയായപ്പോ ഇതിന്റെ ഭംഗി നിങ്ങളെ ഇതൊരു ആംബിയൻസ് ആണ് ഉണ്ട്. അത് മൈൻക്രാഫ്റ്റ് ബെറ്ററൊക്കെ അടിച്ചോണ്ട് അപ്ഡേറ്റ് എന്താ ഇട്ടിട്ടില്ല. ബട്ട് ശാപാന്നില്ല. അതിനൊരു ആംബിയൻസ് ഒന്നും ഉണ്ട്. ഈ ഫയർഫ്ലൈ ഉണ്ട്. ഇത് മൈൻക്രാഫ്റ്റിനെ മാറ്റി മൈൻക്രാഫ്റ്റിനെ വേറെ ലെവലിലോട്ട് തോന്നി. ഒരു ഫയർഫ്ലൈ ബുഷ് ഇത് ഒറ്റയ്ക്ക് തന്നെ മൈൻക്രാഫ്റ്റ് ലെവലിലോട്ട് വേണം നോക്കി. രാത്രി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. രാത്രി നിങ്ങൾ ഇന്നത്തെ ഷൂട്ട് ചെയ്യാനോ എന്ത് ഭംഗിയാണോ. ഇത് കണ്ടപ്പോ തന്നെ എനിക്കറിയാന്ന് വെച്ചാൽ ഞാൻ എന്റെ ഫേവറേറ്റ് ആക്കി എടുത്തു. ഇത് മൈൻക്രാഫ്റ്റിനെ വേറൊരു ലെവലിലോട്ട് മാറ്റിക്കൊണ്ടു. ലെവലിലോട്ട് ഒന്നും വാക്കുകളില്ല വിവരിക്കാൻ. കാരണം ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് ഐറ്റം ഇതാണ്. നമുക്ക് ഇനി നമ്മുടെ സെക്കൻഡ് ഐറ്റം നോക്കാം. നമ്മുടെ സെക്കൻഡ് ഐറ്റം കൗവാണ്. നിങ്ങളുടെ കൗവ് പിഗ് അതൊക്കെ എടുക്കാം. കൗവിന്റെ ആലോചിക്കും. ബിക്കോസ് നമുക്കിപ്പോ കൗ വേരിയൻസ് ഉണ്ട് മൈൻക്രാഫ്റ്റിൽ. യെസ്, നിങ്ങൾ കേട്ടത് കറക്റ്റാണ്. നമുക്കിപ്പോ മൈൻക്രാഫ്റ്റിൽ കൗ പിഗ് ടിക്കറ്റ് ഇപ്പൊ 3ന്റെ വേരിയൻസ് ഉണ്ടായിരിക്കും. നമുക്ക് നമ്മുടെ സാധാ കൗവിനെ അറിയാൻ പറ്റും. നമുക്ക് നമ്മുടെ സാധാ കൗവിനെ അറിയാമല്ലോ. നമ്മുടെ നോർമൽ കൗ, നമ്മുടെ മൈൻക്രാഫ്റ്റിലൊക്കെ ഇത്ര നാളായിട്ട് കണ്ടുവരുന്ന നോർമൽ കൗ. ഇനി ഞാൻ നമ്മുടെ ഇങ്ങോട്ട് പോയിട്ട് ഈ സവാനെ പോയിട്ടില്ല. നമ്മുടെ വാം കൗ, വാമ്പായ പശു അത് വാമ്പായവങ്ങളിൽ പോണാവുന്ന പശു. അതായത് സവാന, ഡെസേർട്ട്, ബാഡ് ലാൻഡ്സ് അവിടെയൊക്കെ സ്പോണാവുന്ന പശുവാണ് വാം കൗ. ഞാനിവിടെ പോയത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് സ്നോ ബ്ലോക്ക് ഒക്കെ വെച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്. ഞാൻ സ്നോ ബ്ലോക്കിന്റെ അകത്ത് എനിക്ക് ഫോൺ ആകുമ്പോൾ സ്നോ ഇതിലുള്ള പറ്റിയതായിട്ടുണ്ടല്ലോ. ഒരു കല്ലോട്ടെ വെയിറ്റ് ചെയ്യാം. പിന്നെ തിരിച്ചേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഇതാണ് നമ്മുടെ വാം. പക്ഷേ ഞാൻ എഗ്ഗിന്റെ എടുത്ത് കാണിച്ചു തരാം. ചിക്കൻ എന്ത്
നമുക്ക് ചിക്കന്റെയും മാംസമൊക്കെ അപ്പൊ ഞാൻ ഇവിടെ അങ്ങോട്ട് പോയാൽ അതുകൊണ്ട് ഇതിനകത്ത് നമ്മുടെ ഇപ്പൊ നമുക്ക് നമ്മുടെ സാധാ പിഗിനെ അറിയാം. ഇതാണ് നമ്മുടെ സാധാ പിഗ്. നമ്മൾ കപ്പിൽ കണ്ടുവരുന്ന സാധാ ഒരു പിഗ് ആണ്. ഞാൻ നമ്മുടെ ഈ സവാനെ സ്പൈപ്പോൺ ആക്കി. ഇതാണ് വാം പിഗ്. അതായത് വാം ബയോമിൽ സ്പോൺ ആകുന്ന വാം പിഗ്. ഇതാണ് അത് വാം പിഗ്, വാം കൗ. നമുക്ക് ചിക്കന് വേണ്ടി ഞാൻ ഇവിടെ ചിക്കൻ ഇവിടെ സ്പോൺ ആക്കിയ സാധാ ചിക്കൻ. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സാധാ ചിക്കൻ. ഞാൻ ഇവിടെ സവാനയിൽ സ്പോൺ ആക്കിയ വാം ചിക്കൻ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് പിഗ് ആണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് വാം പിഗ് ആണ്. എന്റെ ഫേവറേറ്റ്. എന്താ പറയുന്നത് എന്താണെന്ന് ബട്ട് എന്റെ ഫേവറേറ്റ് അതാണ്. ഇപ്പൊ കുറെ പേരൻസ് വന്നു. ഇനി ഞാനൊരു കോൾഡ് ബയോ കണ്ടുപിടിച്ചിട്ട് ഇനി അങ്ങോട്ട് പോകണം. മൈ ഗോഡ് സ്ലാഷ് ലൊക്കേറ്റ് ബയോ കോൾഡ് 2467881511 2467881511 2467881511 2467881511 ടൈഗ ഞാൻ ഇവിടെ നമ്മുടെ ഫസ്റ്റ് പശുവിന് സ്പോൺ ആക്കിയ ഇതാണ് കോൾഡ് വരെ കോൾഡ് പശു. യെസ്, കോൾഡ് കൗ. നമ്മുടെ കോൾഡ് വേരിയന്റ്. നമ്മുടെ കൗവിന്റെ കോൾഡ് വേരിയന്റ് ആണിത്. അതായത് കോൾ ടൈഗ മ്യൂട്ടേറ്റഡ് അവിടെയൊക്കെ സ്പോൺ ആവുന്നതാണ് ഈ കോൾഡ് വേരിയന്റ്. കോൾഡ് പശുവിന്റെ അവിടെ പിഗിന്റെ നോക്കാം. കോൾഡ് പിഗ്. അതായത് നമ്മുടെ പിഗിന്റെ കോൾഡ് വേരിയന്റ് ഇതാണ്. എനിക്ക് പിഗിന്റെ ഞാൻ രണ്ട് വേരിയന്റ് ഇഷ്ടപ്പെട്ട. ഈ പിഗിന്റെ രണ്ട് വേരിയന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കറിയാം എന്താ കാണുമെന്ന്. ചിക്കൻ്റെ നോക്കാം. ചിക്കനും എനിക്ക് കോൾഡ് വേരിയന്റ് ഭയങ്കര ഇഷ്ടമാണ്. രണ്ട് ഇതുണ്ട് ഹെയർ സ്റ്റൈൽ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണ് സ്റ്റൈല് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതാണ് നമ്മുടെ 3 കോൾഡും വാമ്പും വേരിയന്റിലെ പിഗും കൗവും ചിക്കനും മൂന്നിനും. ഇതിനൊക്കെ സ്വാഭാവികമായിട്ടാണ് ചാവണം എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് നമ്മുടെ അടുത്ത അതിന് മുമ്പ് വേറെ കാര്യം വെക്കാൻ പറ്റും. അതാണ് ഞാൻ ഇത് ചെയ്ത മണ്ടല്ല. ഞാൻ ജസ്റ്റ് ഇത് അങ്ങോട്ട് പോവാ മാറ്റാവുന്ന മണ്ട. നിങ്ങളൊക്കെ പുതിയ അപ്ഡേറ്റ് ഒന്നും അല്ല. ഞാൻ മോഡ് കയറ്റിയതാണ്. ഞാൻ മോഡ് കയറ്റിയതാണ്. നമ്മളെ ടെസ്റ്റ് കഴിഞ്ഞാൽ നോക്കട്ടെ. അതാണ് എഗ്, സ്പോൺ എഗ്. നമ്മള് സ്പോൺ എഗ് കൂടെ വാങ്ങി അറിയാം. ലൈക്ക് സ്പോൺ എഗിന്റെ ടെക്സ്ചർ മാറി. ഞാൻ നിങ്ങൾ പറയട്ടെ, നമ്മുടെ എല്ലാ സ്പോൺ എഗിന്റെ ടെക്സ്ചർ മാറിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് സ്പോൺ എഗിന്റെ ടെക്സ്ചർ മാറ്റിയത്. ലൈക്ക് നമ്മുടെ സാധനം നമുക്ക് ടച്ച് ചെയ്ത് നോക്കണം. ഇത് ലൈക്ക് ഏതൊരു എന്താ മോബിന്റെ സ്പോൺ എഗ് ആണ്. ഇപ്പൊ നമ്മൾ ജസ്റ്റ് നോക്കാനുണ്ട്. അതെ, ചിക്കൻ സ്പോൺ എഗ്, ബീഫ് സ്പോൺ എഗ്, കൗ സ്പോൺ എഗ്, പിഗ് സ്പോൺ എഗ്, ഷീപ്പ് സ്പോൺ എഗ്, ബൂൾ സ്പോൺ എഗ്, polar bear സ്പോൺ എഗ്, ocelot സ്പോൺ എഗ്, കാറ്റ് സ്പോൺ എഗ്, സ്പോൺ എഗ്, ബാറ്റ് സ്പോൺ എഗ്, പാരറ്റ് സ്പോൺ എഗ്, റാബിറ്റ് സ്പോൺ എഗ് ഒക്കെ സിമ്പിളായിട്ട് എളുപ്പം രക്കുകൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. എന്തായാലും അടിയിലൊരു നല്ലൊരു അപ്ഡേറ്റ് ആയിട്ടാണ്. അപ്പൊ ഐ അപ്രീഷിയേറ്റ് മൊജാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ്. വാവ്, അമേസിംഗ് ആണ്. അതൊക്കെ ഒരു വലിയൊരു കാര്യമാണ് മൊജാൻ ആഡ് ചെയ്തത്. എല്ലാ സ്പോണേക്കിനും അതിൻ്റെതായ ആ ഒരു ജീവിയുടെ, അതായത് സ്പോണേക്ക് സ്പോൺ ചെയ്യുന്ന ആ ഒരു മോബിന്റെ ആ ഒരു ടെക്സ്റ്റ് കൊടുക്കുന്ന ഒരു ഇത് സിലോ ഫിഷ്.
ഇത് സ്കിഡ്. അതുപോലെ തന്നെ നമ്മള് വെള്ളത്തിൽ ജീവിക്കുന്ന ലൈക്ക് മൂവിന്റെ ഒക്കെ അവിടെ അടിയിൽ ചെറിയൊരു വെള്ളത്തിൽ സ്പ്ലാഷുകളാണ്. അവിടെ അടി നമുക്ക് വെള്ളത്തിൽ സ്പ്ലാഷ് വേണം. അതൊക്കെ ഒരു വലിയ നല്ലൊരു കാര്യമാണ്. ട്രോപ്പിക്കൽ ഫിഷ് ഇഷ്ടമായി. ഒരു ഗുഡ് ഐഡിയ മജാക്. ഈ ഒരു മജാകിന് ആരാണ് ഈ ഐഡിയ കൊടുത്തത്? അത് മജാക് തന്നെ വന്നാണ് മനസ്സിലാവും. മജാക് നല്ലൊരു ഐഡിയ തന്നെയാണ്. ഞാൻ അതിന് ചെസ്റ്റ് ആയിട്ടുള്ള അടുത്തായിട്ട് എഗ്, ചിക്കൻ സ്പോൺ എഗ്, അതായത് ചിക്കൻ ഡ്രോപ്പ് ചെയ്യുന്ന എഗ് ഉണ്ട്. അതിനും ഡെസേർട്ട്. ഇതാണ് നമ്മുടെ ബ്ലൂ എഗ്, അതായത് കോൾഡ് ബയോമില് ചിക്കൻ ഡ്രോപ്പ് ചെയ്യുന്ന എഗ് ആണ് ബ്ലൂ എഗ്. നമ്മുടെ സാധാ ചിക്കൻ ഡ്രോപ്പ് ചെയ്യുന്ന എഗ് സാധാ എഗ്. അതുപോലെ ബ്രൗൺ എഗ്, അതായത് വാം ബയോമില് ചിക്കൻ ഡ്രോപ്പ് ചെയ്യുന്നതാണ് ബ്രൗൺ എഗ്. അങ്ങനെ 3 ചിക്കൻ വേരിയൻസിലും 3 എഗ് വെച്ച് നമ്മുടെ കൊടുത്തിട്ടുണ്ടാകുന്ന വലിയ കാര്യം തന്നെയാണ്. ഇവിടെ നമ്മുടെ നെക്സ്റ്റ് നമ്മുടെ അകത്തുള്ളതാണ് കാക്ടസ് ഫ്ലവർ ഡ്രോപ്പ് ചെയ്യുന്നത്. കാക്ടസ് ഫ്ലവർ നമ്മൾ ഇനി നമ്മുടെ ഡെസേർട്ടിലൊക്കെ പോയാൽ നമുക്ക് കാണുന്നത്. സാൻഡ് ഞാൻ ഇവിടെ അതിന്റെ പുറത്ത് അത് കാക്ടസ് ഫ്ലവർ. നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ കാണിക്കാൻ മനസ്സിലാത്തില്ലായിരിക്കും. ബട്ട് നിങ്ങൾ ഇനി ഒരു ഡെസേർട്ട് ബയോമിലൊക്കെയാണ് സ്പോൺ ആവുന്നതെങ്കിൽ നിങ്ങൾക്ക് കാണുന്നതായിരിക്കും ഇങ്ങനെ കാക്ടസിന്റെ പുറത്ത് ഇങ്ങനെ ഒരു എന്താണ് കാക്ടസ് ഫ്ലവർ ജസ്റ്റ് ആയിക്കോട്ടെ സ്ലാഷ് ലൊക്കേറ്റ് one 156671 1111 156671 156671 156671 111. സമയം ചങ്സ് ഒക്കെ സ്പോൺ ആയി വരേണ്ട ഇപ്പോൾ അടിക്കുമ്പോൾ. ഇപ്പോൾ ഡെസേർട്ടിൽ സ്പോൺ ആയിട്ടുണ്ട്. ഇതുണ്ട് ആണ് കാക്ടസ് ഫ്ലവർ. ഇത് മൊജാക് കണ്ടിട്ട് പുതിയൊരു കാര്യമാണ്. ഇപ്പൊ നിങ്ങൾ കാക്ടസ് പോകുമ്പോൾ നിങ്ങൾ കാക്ടസ് വെറുതെ ആയിട്ട് ഇങ്ങനെ കാക്ടസ് വെറുതെ ആയിട്ട് ഇങ്ങനെ കാണിച്ചില്ല. കാക്ടസ് ഫ്ലവർ ആണ്. കാക്ടസ് അങ്ങനെയല്ല, നമുക്ക് കാക്ടസ് ഫ്ലവർ ഇല്ല പറ്റുന്നല്ല. താഴെ വെറുതെ ഇങ്ങനെയും വെക്കാം. വെറുതെ ഇങ്ങനെ തറയിലായാലും നമുക്ക് വെക്കാം. കാക്ടസ് ഫ്ലവർ തറയിലും ഇങ്ങനെ വെച്ച് പോകുന്നത് നമുക്ക് തറയിലും ഇങ്ങനെ വെക്കാവുന്നതാണ്. അതുപോലെ വളരെ നല്ലൊരു കാര്യമാണ് മൊജാകായിട്ട് ചെയ്യുന്നത്. കാക്ടസ് ഫ്ലവർ തന്നെ നമുക്ക് ഇപ്പോൾ നമ്മുടെ ചാവണം. നമ്മൾ നെക്സ്റ്റ് നമ്മുടെ ഉള്ളത് ലീഫ് ലിറ്റർ. ഒരു കാര്യം ഞാൻ വിട്ടുപോയി. നമ്മുടെ ഈ ഒരു സാധനങ്ങളുണ്ട്, വൈൽഡ് ഫ്ലവേഴ്സ് ആണ്. ആൻഡ് ലീഫ് ലിറ്റർ ഞാൻ കാണിച്ചു തരാം. ലീഫ് ലിറ്റർ എന്തോന്ന് ഞാൻ ഇങ്ങോട്ട് നമ്മൾ ഈ ഒരു ബൈക്കിലോട്ട് പോയി കണ്ടു കാണും. ലീഫ് ലിറ്റർ. നമുക്ക് ലീഫ് ലിറ്റർ അതായത് മരത്തിൽ നിന്ന് വീഴുന്ന ലിറ്ററാണ് ലീഫ് ലിറ്റർ. ഇതെവിടെ വേണമെങ്കിൽ നമുക്ക് ഫോണാക്കാം. ലീഫ് ലിറ്റർ. ഈ ലീഫ് ലിറ്ററിനെ കുറിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്തോന്ന് എന്റെ കണ്ടത്, എനിക്ക് ലീഫ് ലിറ്ററിനോട് താല്പര്യം തോന്നിയ ഒരു കാര്യം ഇതാണ്, ഫർണസിൽ നമുക്ക് ലീഫ് ലിറ്റർ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഇവരായിട്ട് ഇവിടെ വെക്കുക. കുറച്ച് അയൺ കൊണ്ടെടുക്കുക. ഇതിൽ അയണുണ്ട്, പക്ഷെ എനിക്ക് കോളൊന്നും കിട്ടിയില്ല. അപ്പൊ നിങ്ങളുടെ പെട്ട് നിങ്ങളുടെ
അയൺ ഉണ്ട്, പക്ഷെ സ്പിരിറ്റ് ഉണ്ട്. കോള് കിട്ടിയില്ല. നിങ്ങളുടെ കയ്യിൽ എന്താ പറയാ വുഡേ ഉള്ളു. അപ്പൊ നിങ്ങൾക്ക് ലീഫ് പിക്ചർ എവിടെ വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ ചോദിച്ചു. ആൻഡ് ലീഫ് പിക്ചർ ഇപ്പൊ നിങ്ങൾക്ക് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാം ഫർണസിനകത്തൊക്കെ. അതാണ് എനിക്ക് ഏറ്റവും എവിടെയാണ് ഞാനൊക്കെ എനിക്ക് ഞാൻ സർവൈവല് ഹാർഡ് കോർ കളിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ അയണൊക്കെ ഇട്ട്, പക്ഷെ കോളൊന്നും എനിക്ക് പെട്ടെന്ന് കിട്ടാറില്ല. അപ്പൊ ഞാൻ വുഡൊക്കെ വെച്ചാൽ അങ്ങനെ കൊണ്ടുമ്പോൾ എനിക്ക് വീടുണ്ടാക്കാതെ വുഡ് കാണാനില്ല. അപ്പൊ നല്ലൊരു അഡിഷൻ തന്നെയാണ് മൈൻക്രാഫ്റ്റ് ലീഫ് പിക്ചർ. നമുക്ക് നിങ്ങൾക്ക് സ്പീഡ് ഉപയോഗിക്കാം. നിങ്ങളുടെ വുഡ് നിങ്ങൾ കളയണമെന്നില്ല. നിങ്ങൾക്ക് ഫ്യൂവലായിട്ട് ലീഫ് പിക്ചർ ഉപയോഗിക്കാം. അത് കുറച്ച് സമയമേ ഉള്ളൂ. ബട്ട് ഒരു സ്റ്റാക്കൊക്കെ പെട്ടെന്ന് കളക്ട് ചെയ്യാനേ ഉള്ളൂ. ഒരു സ്റ്റാക്കൊക്കെ പെട്ടെന്ന് നിങ്ങൾ കളക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇത് പെട്ടെന്ന് തീർന്നു പോകുമ്പോൾ കുഴപ്പമൊന്നുമില്ല. സ്റ്റാക്കപ്പെട്ട കട്ടി വെച്ചാൽ നിങ്ങളുടെ അയൺ ഫുള്ള് നിങ്ങൾക്ക് സ്മെൽറ്റ് ആയി കിട്ടും. അതെന്തായാലും വലിയ കാര്യം തന്നെയാണ്. അമേസിംഗ് ജോബ്. ഇതാണ് നമ്മുടെ ലീഫ് പിക്ചർ. ഇനി നമുക്ക് അടുത്തുള്ളത് നമ്മുടെ വൈൽഡ് ഫ്ലവർ ആണ്. വൈൽഡ് ഫ്ലവർ എന്തുവാ കാണിച്ചത്. വൈൽഡ് ഫ്ലവർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലീഫ് പിക്ചർ പോലെ തന്നെയാണ് വൈൽഡ് ഫ്ലവർ. ഇങ്ങനെ വെച്ച് പോവാന്നാണ്. ഇതും നല്ലൊരു എഡിഷൻ തന്നെയാണ്. വളരെ കുഴപ്പമില്ലാത്ത നല്ലൊരു നമ്മള് ഇത് പൂവായിട്ട് കാണുമ്പോൾ ഫ്ലവർ ബയോമെയാന്ന് തോന്നുന്നു. മറ്റേ ഒരു ബയോണ്ട് ഫ്ലവർ എനിക്ക് ബയോ. അപ്പോൾ ആ സ്ഥലത്താണ് ഇത് കൂടുതലും സാധിക്കുക. ഇത് നല്ല സാധനം തന്നെയാണ്. ഞാൻ കുറ്റപാടില്ല. നല്ല എഡിഷനാണ് അതിനകത്തേക്ക്. നമുക്ക് ആദ്യം നമുക്ക് ചെറി ബ്ലോസം ബയോമിനായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് സാധാ വൈൽഡ് ഫ്ലവർ വെച്ച് വന്നു. നല്ല അഡീഷൻ തന്നെയാണ്. ലൈക്ക് നമുക്ക് നമ്മുടെ ചെസ്റ്റ് ഔട്ട് അപ്ഡേറ്റിലോട്ട് പോകാം. ചെസ്റ്റ് ഔട്ട് അപ്ഡേറ്റ് അടുത്തത് ഓക്കെ. നെക്സ്റ്റ് നമുക്കുള്ളത് നമ്മുടെ ലാസ്റ്റ് ആണ്. നമുക്ക് ഷോർട്ട് ഗ്രാസ് ടോൾ ഡ്രൈ ഗ്രാസും ഷോർട്ട് ഡ്രൈ ഗ്രാസും ആണ്. ഇപ്പൊ ഇതും നിങ്ങൾക്ക് ഡെസേർട്ടാണ് കാണുന്നതായിരിക്കുന്ന കഴിക്കാം. നോക്കിയത് ആദ്യം നമുക്കറിയാം, നമുക്ക് ഡെഡ് ബുഷും കാക്ടസും ഒക്കെ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നിങ്ങൾ കുറച്ചും കൂടെ ഇങ്ങോട്ട് പോയാൽ നിങ്ങൾക്കിപ്പോ ഡ്രൈ ബുഷും ഉണ്ട് ഡെസേർട്ടിൽ. ഇപ്പൊ നമുക്ക് ഷോർട്ട് ഡ്രൈ ബുഷും ടോൾ ഡ്രൈ ബുഷും ഡെസേർട്ടിൽ ഇപ്പോൾ ഉണ്ട്. വളരെ ഡിഷൻ തന്നെയാണ്. മൈൻക്രാഫ്റ്റിന്റെ നല്ലൊരു ജോബ് തന്നെയാണ്. ഈ ഒരു പുതിയൊരു സ്പ്രിംഗ് ലൈഫ് ഈ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഫുൾ അപ്ഡേറ്റ് ഒക്കെ വരുമായിരിക്കും ഫ്യൂച്ചർ ഘടകങ്ങളൊക്കെ. ആദ്യമൊക്കെ ഞാൻ കളിച്ചിരുന്ന രസത്തൊക്കെ പൈസ എംറ്റി ആയിട്ടേക്ക് നോക്കുന്നുണ്ടല്ലേ. ലൈക്ക് ഇങ്ങനെ കാക്ടസും വെറുതെ ഒരു കാക്ടസും ഡെഡ് ബുഷും മാത്രമായിട്ട് ഭയങ്കര എംറ്റി ആയിരുന്നു രസത്തെ. കുറച്ച് ഇപ്പൊ നമുക്ക് കാക്ടസ് ഫ്ലവറും ഷോട്ടും ടോളും ഡ്രൈ ഗ്രാസ് വന്നു. വണ്ടിയുടെ നല്ലൊരു അപ്ഡേറ്റ് ആണ് ചെയ്തത്. അപ്രീഷിയേറ്റ് മച്ചാൻ. നമ്മുടെ നമുക്കൊരു മറ്റേ നമുക്ക് ഒബ്സീഡിയൻ വെച്ചാണ്. ഞാൻ എന്താ ഈ ഒബ്സീഡിയൻ ഫയർ ചാർജ് വെച്ചാണ്. വേറെ ഒന്നിനല്ല, ജസ്റ്റ് ഒരു കാര്യം ട്രൈ ചെയ്യാനാണ്. അത് ഞാൻ ജസ്റ്റ് റിപ്പോർട്ട് ഉണ്ടായിക്കോട്ടെ. എനിക്ക് തോന്നുന്നില്ല ഇത് പുതിയ അപ്ഡേറ്റ് വന്നൊരു കാര്യമാണെന്ന്. ബട്ട് എന്നോട് കുറെ പേര് പറഞ്ഞു ഞാൻ ജസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയാണ്. റിപ്പോർട്ട് ഉണ്ടാക്കാൻ അറിയിക്കുന്നു. ഞാൻ സത്യമായിട്ട് കാര്യമാണ്. അങ്ങനെ മെയിൻ സർവൈവൽ ഇത് തന്നെ കറക്റ്റാണ്. എനിക്ക് ഇവിടെ ഇല്ല.
യെസ്, നമുക്കിപ്പോ നെതറിലോട്ടൊന്ന് പോയി നോക്കാം. വേറെ അപ്ഡേറ്റ് ആണോ എന്ന് പിടിയില്ല. അത് ഫസ്റ്റ് നമ്മള് നെതർ പോസിറ്റീവ് അവിടെ പോസിറ്റീവ് ഉള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. എടുക്കുന്നു സമയം എടുക്കുന്നത്. ഇത് സ്ഥലത്താണ് പോണത്. ഇവിടെ നോക്ക് വരേണ്ടത്. ഇവിടെ മറ്റേ അസ്ഥികളൊക്കെ ചെയ്താണ് എന്റെ ഫോസിൽസ്. എന്താ പറയാ, ആ സാധനം കണ്ടുപിടിക്കണം. ഫോസിൽസ് ഒക്കെ വെച്ചിട്ട് ബോൺ സാധാരണ എന്റെ പേര് പറഞ്ഞൊരു പോട്ടാണ് സാധനം കണ്ടുപിടിക്കണം. എവിടെ സ്റ്റക്കായി. ഒരു ഗെയിം ഹാങ് ആയെന്ന് തോന്നുന്നു. ഇപ്പൊ സ്റ്റേറ്റിലാണ് എടാ, ഒരു ബോണും ഒരു അസ്ഥി കൂടെ വെച്ചൊരു സാധനം ഉണ്ടാകാനില്ല. ഏടാ കാണുന്നില്ല. അസ്ഥി കൂടെ വെച്ചൊരു സാധനം ഉണ്ടാകുന്നുണ്ട്. കാണുന്നില്ല. എന്റെ പേരിൽ കാണാതോ മുജാഹിദിന് ബുദ്ധിമുട്ടിച്ചാ പറഞ്ഞ പറഞ്ഞു. തിരിച്ച് പോയിട്ട് ഞാൻ പറഞ്ഞുതരാം എന്തുവാണെന്ന്. ഇല്ല, എന്താ വെച്ചാൽ കുറെ ചോദിച്ചാൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ മൈൻക്രാഫ്റ്റ് ലൈവില് പറഞ്ഞാന്നാ പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ലൈക്ക് ബേബി ഗ്യാസ് അതായത് ജെതർ ഫോസിൽസിന്റെ നമ്മൾ അങ്ങോട്ട് പോയാൽ അവിടെ നമുക്ക് ബേബി ഗ്യാസ് കണ്ടുപിടിക്കാം. നമ്മുടെ ഫോസിൽസിന്റെ സൈഡിലായിട്ട് ഒരു ചെറുതായിട്ട് ബേബി ഗ്യാസ് കൊണ്ട് കിടക്കും. അപ്പൊ നമ്മൾ ആ ബേബി ഗ്യാസിനെ ഓപ്പണിലോട്ട് കൊണ്ടുവന്നിട്ട് ഒരു ലൈക്ക് 1-2 ദിവസമൊക്കെ അതിനെ വെള്ളത്തിന്റെ അടിയിൽ വെക്കണം. അതിനോട് വെച്ചിട്ട് നമ്മൾ ഓൾറെഡി കൊണ്ട് നമ്മൾ എവിടെയെങ്കിലും വെച്ചിട്ട് അതിന്റെ പുറത്ത് വെള്ളം ഒഴിക്കണം. അത് ഒരു 1-2 ദിവസം കഴിയുമ്പോൾ അത് വളർന്ന് വലുതാവും. വളർന്ന് വലുതായി വരുമ്പോൾ നമുക്ക് ആ ഗ്യാസിനൊക്കെ റൈഡ് ചെയ്യാം. നമുക്ക് അതിനെ റൈഡ് ചെയ്യാൻ പറ്റും. അതിന് പ്രത്യേക സാഡിലൊക്കെ ഉണ്ട്. ആ സാഡിലൊക്കെ ഉപയോഗിച്ച് നമുക്ക് അതിനെ റൈഡ് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെയാണ് കുറെ ഷോർട്സും കാര്യങ്ങളൊക്കെ കണ്ടത്. പക്ഷെ ഞാനിപ്പോൾ അതിനെക്കുറിച്ച് കാണുന്നില്ല. ഇല്ല, അത് ഇനി എന്റെ പ്രശ്നമാണോ വേറെ പ്രശ്നമാണോ എന്നൊന്നും അറിയത്തില്ല. പിന്നെ ഗെയിം ഹാങ് എന്തായാലും ഇതിനെ കുറിച്ച് കൂടുതൽ തിരക്കിയിട്ട് വേറെ വീഡിയോയിലും എല്ലാം പറയുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. ജസ്റ്റ് നിങ്ങൾ പുതിയ അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സോ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 50 സബ്സ്ക്രൈബർ. നിങ്ങളുടെ സബ്സ്ക്രൈബറിന്റെ
റെഡ് ആണെങ്കിലേക്ക് അടിച്ചൊരിക്കുക. അപ്പൊ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ കാണാനായിട്ട്. Thanks for watching. It's out. Peace. Bye bye.